മനുഷ്യന്റെ പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ശക്തമായ തെളിവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, മാ മിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അലൽ ഫിത്ര. ഒരു കുട്ടിയും ജനിക്കുന്നില്ല ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പടച്ചിരിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന, അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ഹൃദയവുമായി കൊണ്ടാണ്. ഫഅബവാഹു യുഹവിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി. അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ ശുദ്ധ പ്രകൃതിയെ നശിപ്പിക്കുകയും അവനെ യഹൂദനോ മജൂസിയോ നസ്രാനിയോ ഒക്കെ ആക്കി മാറ്റുകയും ചെയ്യുന്നത്. ഈ ഹദീസ് മനുഷ്യൻ്റെ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉണ്ട് എന്ന കാര്യം അത് ഉറപ്പോടുകൂടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. എന്താണ് സഹോദരങ്ങളെ മനുഷ്യൻ്റെ പ്രകൃതത്തിലുണ്ട് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ശുദ്ധി? അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയോട് നിങ്ങൾ സത്യം പറയണമെന്ന് പഠിപ്പിച്ചു നോക്കൂ. അത് നന്മയാണ് എന്ന് ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ആ ചെറിയ കുട്ടിയോട് കളവ് പറയണമെന്ന് പഠിപ്പിച്ചു നോക്കൂ, ആ കുട്ടി അത് പ്രയാസകരമായിട്ടാണ് മനസ്സിലാക്കുക. കളവ് പറയുക എന്നത് തെറ്റാണ് എന്ന കുട്ടിക്കറിയാം, സത്യം പറയുക എന്നതാണ് ശരി എന്ന കുട്ടിക്കറിയാം. ആരാണ് കുട്ടിയെ ഇത് പഠിപ്പിച്ചത്? ആരാണ് നന്മയോട് താല്പര്യമുണ്ടാക്കുന്ന, അതിനോട് ചായ്വുണ്ടാക്കുന്ന ഹൃദയവുമായി ആ കുട്ടിയെ ജനിപ്പിച്ചത്? സത്യം അസത്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ചെറിയ ഒരു കുട്ടി അതിനെ സത്യം പറയണം മോനെ, അതാണ് ശരിയായിട്ടുള്ളത്, കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ വാപ്പ ഏതെങ്കിലും ഒരു തവണ ആദ്യമായി കുട്ടിയോട് മോനെ ഒന്ന് കളവ് പറയും, വാപ്പയോടെ ഇല്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് പ്രയാസകരമായി അനുഭവപ്പെടും. കളവ് പറയുക എന്നത് ശരിയല്ല എന്നാ കുട്ടിക്കറിയാം. ആരാണ് നന്മയോടുള്ള ഈ ചായ്വ് ഹൃദയത്തിൽ നിശ്ചയിച്ചത്? ഒരാളെ സഹായിക്കണം, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്യണം എന്ന് ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമുള്ളതാണ്, അത് നന്മയാണ് എന്ന് ആ കുട്ടിക്കറിയാം. എന്നാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ പോയി 2 അടിയടിച്ചോ എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് പ്രയാസകരമായി തോന്നും, അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. കുട്ടിക്കറിയാം അത് തിന്മയാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ നന്മയും തിന്മയും ഈ രൂപത്തിൽ, നന്മയോടുള്ള ചായവും തിന്മയോടുള്ള വെറുപ്പും ഉണ്ടാകുന്നത്? അല്ലാഹുവിൻ്റെ ഫിത്രത്താണത്. നിരീശ്വരവാദികൾ വരെ ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും. സത്യം പറയണം, സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. എന്തിനു സത്യത്തിന് വേണ്ടി നിലകൊള്ളണം? എന്ത് കളവിന് വേണ്ടി നിലകൊണ്ടാൽ എന്താണ് പ്രശ്നം? എന്താണ് അതിനുള്ള ഉത്തരം? എന്താണ്? ചില പണ്ഡിതന്മാർ അവർ ഉദ്ധരിച്ച സംഭവങ്ങളിൽ ഒന്നായിക്കണം. ഒരാളോട് ചോദിക്കപ്പെട്ടു, ബിമാ അറഫ്ത റബ്ബക്, അല്ലാഹു ഉണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അയാൾ പറഞ്ഞു, ബിദൗഖി ഹലാവത്തി ത്വാആത്ത് വതജറുഇ മറാറത്തിൽ മുഖാലഫാത്ത്. അയാൾ പറഞ്ഞു, നന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം, തിന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന പ്രയാസം അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ആർക്കാണ് ഇത് അനുഭവപ്പെടാത്തത്? പ്രയാസം വഴിയിൽ ഒരാളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കാൻ, അയാൾക്ക് നിൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് നീ കയ്യിൽ വെച്ചു കൊടുത്തു, നീ അയാളെ സഹായിച്ചു. എങ്ങനെയാണ് നിനക്ക് നിൻ്റെ ഹൃദയത്തെ കാണാൻ സാധിക്കുന്നത്? ആകെ ബുദ്ധിമുട്ടായി, പ്രയാസമായി എന്നാണോ തോന്നുന്നത്? അതല്ല, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളെ സഹായിച്ചപ്പോൾ ഹൃദയത്തിനൊരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ? വേദനിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ തോളിൽ കൈവച്ച്, ഇല്ല സാരല്ല, ഇൻഷാ അല്ലാഹ് ഇത് മാറിക്കോളും എന്ന് പറയുമ്പോൾ എന്താണ് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത്? സ്വസ്ഥതയാണോ? സമാധാനമാണോ? അതല്ല ഭയങ്കര പ്രയാസമാണോ? അല്ലേ, ഒരാളായിട്ട് തെറ്റി വന്നു കഴിഞ്ഞാൽ എന്താ വീട്ടിലെത്തിയുള്ള അവസ്ഥ? ഇതുവരെ നല്ലപോലെ ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളുമായിട്ട് തെറ്റിയെന്ന് വിചാരിക്കുക, അങ്ങാടിയിൽ വെച്ച് പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക, അയാളുമായി സംസാരമുണ്ടായി, വീട്ടിലെത്തിയാൽ എന്താ അവസ്ഥ? ഓ, ഒരാളായിട്ടും തെറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? അല്ല, പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഒരാളുമായി തെറ്റുമ്പോൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഹൃദയം തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് വേദന അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നന്മ ചെയ്യുമ്പോൾ അതിന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്? അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണത്. അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ, റബ്ബില്ലായിരുന്നെങ്കിൽ നന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത്? തിന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഫിത്രത്തിലുള്ള ഈ തെളിവ് അത് ഏറ്റവും ശക്തമായ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണത്. നിരീശ്വരവാദികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണത്, അല്ലേ? നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്താണ്? നീതി വേണം, സത്യം പുലരണം. എന്തിനാണ് നീതി പുലരുന്നത്? എന്താ നീതി ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പം? എന്തതിനൊരു ഉത്തരം എന്താ ഉള്ളത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീതി പാലിക്കുക എന്നത് പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ്. ഒരാൾ നീതി ചെയ്തില്ല, എന്താ കുഴപ്പം? അള്ളാഹു ഇല്ല എങ്കിൽ നീതി എന്തിനാണ്? എന്താവശ്യമാണുള്ളത്? അതുകൊണ്ടാണ് അല്ലേ ഒരു നിരീശ്വരവാദിയായൊരു മനുഷ്യൻ, അയാളെ 2 അടി ഒരാൾ അടിച്ചു വിചാരിക്കുക,
അയാൾ തിരിച്ച് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അയാൾ തിരിച്ചു പറയാൻ, ഈ പ്രപഞ്ചത്തിൽ കുറച്ച് കെമിക്കലുകൾ കൊണ്ടുണ്ടായ, രാസവസ്തുക്കൾ കൊണ്ടുണ്ടായ 2 ബോഡികൾ മാത്രമാണ് നമ്മൾ, നിനക്ക് 2 അടിയണ്ട് കിട്ടി, അതിപ്പോൾ എന്താ കുഴപ്പം, എന്തിനാപ്പോൾ അതിന് പകരം ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അയാൾ അംഗീകരിക്കുമോ? ഒരിക്കലും അയാൾ അംഗീകരിക്കില്ല. അയാൾക്കറിയാം നീതി കിട്ടണം. അയാളുടേതായ ഒരു സമ്പത്ത് ഒരാൾ കവർന്നെടുത്താൽ എനിക്കത് തിരിച്ചു കിട്ടണമെന്ന് അയാൾ എന്തിനാ ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ട് വേറെ ആൾക്ക് എടുത്തുകൂടാ നിന്റെ സമ്പത്ത്? നീതി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരിക്കലും വിട്ടുപിരിയാൻ സാധിക്കാത്ത രൂപത്തിൽ നിശ്ചയിച്ച കാര്യമാണ്. ഒരാളും പഠിപ്പിച്ചിട്ടല്ല അത്. ആരെങ്കിലും സ്കൂൾ പഠിപ്പിച്ചിട്ടാ? നീതിയെക്കുറിച്ചിട്ടും മറ്റൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടാകും. ചെറിയ കുട്ടിയാണെങ്കിൽ വരെ അല്ലേ, 2 മക്കളുണ്ട്, ഒരുത്തൻ മറ്റൊരുത്തനെ അടിച്ചാൽ ബാപ്പാൻ്റെ അടുത്തേക്ക് വരും, ഉപ്പാബിനെ തല്ലിക്കുന്നു, എനിക്കിതിനൊരു പരിഹാരം ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ നീതിയെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് ഹൃദയത്തിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഫിത്രത്താണത്. ഈ ഫിത്രത്ത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അവർ എത്രയെല്ലാം നിഷേധിച്ചാലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ചില സന്ദർഭത്തിൽ അറിയാതെ പുറത്തിയാടും. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നിരീശ്വരവാദികളുടെ നേതാവായിരുന്ന വലിയ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ, അയാൾക്കെതിരെ വലിയ ഒരു അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അയാൾ അറിയാതെ പറഞ്ഞുപോയി, മുകളിൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ വന്നുപോയതാണ്. അവരുടെ ഹൃദയത്തിൽ നിഷേധിക്കാൻ കഴിയാതെ, അള്ളാഹു ഉണ്ടെന്നും കൂടിയല്ല, അള്ളാഹ് മുകളിലാണെന്നും കൂടി അയാൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആലോചിക്കണം, അത് ഫിത്രത്തിൻ്റെ തെളിവാണ്.